ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൃദയാഘാതം അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ അടിയന്തര ചികിത്സയെക്കുറിച്ചുമാണ്. നമുക്കറിയാം എല്ലാ നെഞ്ചുവേദനയും ഹൃദ്രോഗം മൂലമല്ല. നെഞ്ചുവേദന ഒരുപാട് കാരണങ്ങളുണ്ട് നെഞ്ചുവേദന വരാം. ഒരു കാഷ്വാലിറ്റിയിൽ ഒരു ദിവസം എമർജൻസി റൂമിൽ ഒരു 100 നെഞ്ചുവേദന രോഗികൾ വന്നു കഴിഞ്ഞാൽ അതിലൊരു 90% ഹൃദ്രോഗം മൂലമുള്ള നെഞ്ചുവേദന ആയിരിക്കത്തില്ല. ഒരു 5 മുതൽ 10% ആൾക്കാർക്ക് മാത്രമായിരിക്കും ഹൃദ്രോഗം മൂലമുള്ള നെഞ്ചുവേദന. പക്ഷേ എല്ലാ നെഞ്ചുവേദനയും നമുക്ക് ഗ്യാസാന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല. കാരണം ഹൃദ്രോഗം നമുക്കറിയുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന ഒരു രോഗമാണ് ഹൃദ്രോഗം. അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷണം നെഞ്ചുവേദനയാണ്. അപ്പോൾ ഒരു നെഞ്ചുവേദന രോഗിക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അത് ഹൃദയാഘാതം മൂലമുള്ള വേദന എല്ലാം തീർച്ചപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അത് ഹൃദയാഘാതം മൂലമുള്ള വേദനയാണെങ്കിൽ അത് നമ്മൾ നിരാകരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കാരണം അത് മാരകമാവാം, അല്ലെങ്കിൽ അതിൻ്റെ ഹൃദയാഘാതം വന്ന് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഹൃദയാഘാതത്തിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞത് ഒരു നെഞ്ചുവേദനയാണ്. അപ്പോൾ നെഞ്ചുവേദന ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ ഏകദേശം ഒത്ത നടുക്കിൽ ഒരു നെഞ്ചിനൊരു ഭാരം പോലെ, അല്ലെങ്കിൽ ഒരു വരിഞ്ഞു മുറുക്കുന്ന പോലോ, അല്ലെങ്കിൽ ഒരു പുകച്ചിൽ പോലെ എരിച്ചിൽ പോലെ അനുഭവപ്പെടും. അത് ഹൃദയത്തിൻ്റെ 2 സൈഡിലും വരാം. പക്ഷേ പ്രധാനമായിട്ട് റിട്രോസ്റ്റേണൽ എന്ന് പറയും, ഹൃദയത്തിൻ്റെ നടുക്കായിട്ടായിരിക്കും വരുന്നത്. ഒരു ഭാരം ഇരിക്കുന്ന പോലെ തോന്നും. ആ വേദന നെഞ്ചിൽ മാത്രമായിരിക്കണമെന്നില്ല. നെഞ്ചിനോടനുബന്ധിച്ച് തന്നെ കഴുത്തിലോട്ടോ, അല്ലെങ്കിൽ വയറിൻ്റെ മേൽഭാഗത്തോട്ടോ, അല്ലെങ്കിൽ നടുവിലോട്ടോ, അല്ലെങ്കിൽ നമ്മുടെ 2 ഷോൾഡറിലോട്ടോ, അല്ലെങ്കിൽ 2 കൈയിലോട്ടോ വ്യാപിക്കാം. ഈ നെഞ്ചിന് അസ്വസ്ഥ വന്നത് ഇങ്ങോട്ട് ഈ പറഞ്ഞ ഭാഗത്തോട്ട് വ്യാപിക്കാം. മാത്രമല്ല വേദനയോടനുബന്ധിച്ച് തന്നെ രോഗി ചിലപ്പോൾ അമിതമായ തളർച്ച, വിയർപ്പ്, ശ്വാസം മുട്ടൽ, അല്ലെങ്കിൽ ബോധക്കേട് ഇതൊക്കെ അനുഭവപ്പെടാം. പക്ഷേ നമ്മൾ സൈലൻറ്റ് അറ്റാക്ക് എന്നൊക്കെ പറയാറുണ്ട്. അത് എല്ലാ രോഗികൾക്കും ഇപ്പോൾ ഒരു 100 അറ്റാക്ക് എടുത്തു കഴിഞ്ഞാൽ 90% ആൾക്കാർക്ക് നെഞ്ചുവേദനയാണ് പ്രധാന ലക്ഷണം. പക്ഷേ ഒരു 5 മുതൽ 10% ആൾക്കാർക്ക് നെഞ്ചുവേദന മൂലം അല്ലാതെയും ഈ ഹൃദയാഘാതം വരാം. അത് പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർക്കോ, അല്ലെങ്കിൽ ദീർഘകാലം പ്രമേഹമുള്ള ആൾക്കാർക്കോ, അത്ര ആൾക്കാർക്ക് ഈ അവരുടെ ഞരമ്പിനെ ബാധിക്കുന്നതാണ്. അവർക്കൊരു വേദന, ആ ഒരു സംവേദനക്ഷമത അറിയണമെന്നില്ല. അപ്പോൾ അത്തരം രോഗികൾ നെഞ്ചിന് അസ്വസ്ഥ ചിലപ്പോൾ കാതലായി കാണണമെന്നില്ല. ഒരു ചെറിയൊരു അസ്വസ്ഥ അല്ലെങ്കിൽ നെഞ്ചുവിനെ തന്നെ വരണമെന്നില്ല. പക്ഷെ അത് അല്ലാതെ രോഗി പെട്ടെന്ന് ഒരു അമിതമായി വിയർക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു, അല്ലെങ്കിൽ തളർച്ച, അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ, ഇങ്ങനെയും ഒരു ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ വരാം. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു പ്രായമായ ആൾക്കാർക്കോ അല്ലെങ്കിൽ പ്രമേഹമുള്ള ആൾക്കാരോ വരുവാണെങ്കിൽ നമ്മളത് ഹൃദയാഘാതം മൂലം അല്ല എന്നുള്ളത് തീർച്ചപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഒരു 40 വയസ്സ് കഴിഞ്ഞുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ നമുക്കറിയാം ഹൃദയാഘാതം വരാനുള്ള പ്രധാന കാരണങ്ങൾ പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, അതായത് ഹൈപ്പർ ടെൻഷൻ, അതുപോലെ കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കൂടുതൽ, അല്ലെങ്കിൽ പുകവലിക്കാർ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് ഹൃദയാഘാതം വന്നിട്ടുള്ളവർ, അത്ര ആൾക്കാർക്കാണ് ഹൃദയാഘാതം വരാനുള്ള സാധ്യത. അപ്പോൾ അത്തരം ആപത്ഘടകങ്ങളുള്ള രോഗിക്ക് ഒരു നെഞ്ചിന് അസ്വസ്ഥ വരുവാണെങ്കിൽ ഉടനെ അടുത്ത ആശുപത്രിയിൽ പോയിട്ട് ഒരു ECG എടുത്ത് നോക്കണം. ECG നമുക്കറിയാം വളരെ സർവ്വസാധാരണമായ പരിശോധനയാണ്. ഇവൻ തൊട്ടടുത്ത എല്ലാ ലാബിലും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ECG എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സൂചകങ്ങൾ അറിയാൻ പറ്റും. എന്നിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് ഹൃദയാഘാതം മൂലമുള്ള വേദന എന്നുള്ളത് തീർച്ചപ്പെടുത്തേണ്ടതാണ്. ഇപ്പോൾ എല്ലാ നെഞ്ചുവേദന വരുമ്പോഴും ആദ്യത്തെ എടുക്കുന്ന ECGയിൽ അതിൻ്റെ വ്യതിയാനം കാണണമെന്നില്ല. ഇപ്പോൾ ഡോക്ടർ അവരുടെ ഈ പറഞ്ഞ നെഞ്ചുവേദനയുടെ രീതി നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ അവരത് ആ രോഗിയുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ്, അല്ലെങ്കിൽ 1-2 മണിക്കൂർ കഴിഞ്ഞ് റിപ്പീറ്റായിട്ട് ECG എടുത്ത് നോക്കും. ചിലപ്പോൾ ആദ്യ ECGയിൽ വ്യതിയാനം കാണത്തില്ലെങ്കിലും ഹൃദയാഘാതം മൂലമുള്ള വേദനയാണെങ്കിൽ ചിലപ്പോൾ രണ്ടാമത് എടുക്കുന്ന ECGയിൽ അതിൻ്റെ വ്യതിയാനം കാണാൻ സാധ്യത കൂടുതലാണ്. മാത്രമല്ല ECGയിൽ അത്ര വലിയ സൂചകങ്ങൾ അതിൻ്റെ കാണുന്നില്ല. പക്ഷേ ഡോക്ടർ പിന്നെ സംശയം തോന്നുവാണെങ്കിൽ ഡോക്ടർ ഒരു 3-4 മണിക്കൂർ ശേഷം, നെഞ്ചുവേദന വന്ന് 3-4 മണിക്കൂർ ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും. നമ്മളിപ്പോൾ സർവ്വസാധാരണമായിട്ട് അവൈലബിൾ ആയിരുന്ന ട്രോപ്പോണിൻ T എന്ന് പറയുന്ന ഒരു പരിശോധനയാണ്. ട്രോപ്പോണിൻ T അല്ലെങ്കിൽ ട്രോപ്പോണിൻ I. ഈ ട്രോപ്പോണിൻ T, ട്രോപ്പോണിൻ I എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ പേശികളിലെ പ്രോട്ടീനാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ പേശികൾക്ക് ക്ഷതം, നമുക്കറിയാം ഹൃദയാഘാതം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ പേശികൾ കൊടുക്കുന്ന രക്തം തമ്മിൽ തടസ്സം വന്ന് പേശികൾക്ക് ക്ഷതമേക്കുന്നതാണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയപേശികൾക്ക് ക്ഷതമേക്കുകയാണെങ്കിൽ ഈ ഹൃദയപേശിയിലെ പ്രോട്ടീനായ ട്രോപ്പോണിൻ T, ട്രോപ്പോണിൻ E ബ്ലഡ് ലെവൽ അതിൻ്റെ പരിധി കൂടുകയും ചെയ്യും. അപ്പോൾ ഒരു നെഞ്ചിൻ്റെ അസ്വസ്ഥത വന്നൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇപ്പോഴത്തെ ഹൈലി സെൻസിറ്റീവ് ട്രോപ്പോണിൻ T, ട്രോപ്പോ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം പരിശോധനകൾ നോർമലാണെങ്കിൽ നമുക്കത് ഹാർട്ട് അറ്റാക്ക് അല്ലാന്ന് ഏകദേശം തീർച്ചപ്പെടുത്താം. പക്ഷേ ഈ നെഞ്ചിൻ്റെ വേദനയുടെ രീതി ഒരു ECG ടെസ്റ്റ് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഏകദേശം അത് ഹൃദയാഘാതം അല്ല എന്ന് പറയാൻ പറ്റാം. പക്ഷേ പിന്നെ ചില വേദന നമുക്ക് പിന്നെ സംശയം തോന്നാം. നെഞ്ചിൻ്റെ ECGയിൽ വ്യതിയാനം കാണണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റിൽ പോസിറ്റീവ് ആവണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള രോഗി ഡോക്ടർ സംശയമുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രമേഹ രോഗി, ദീർഘകാല പ്രമേഹമുള്ള രോഗി, അല്ലെങ്കിൽ പുകവലിക്കാര രോഗി, അല്ലെങ്കിൽ പ്രഷറുള്ള രോഗി, അങ്ങനെയുള്ള രോഗികൾക്ക് സംശയമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യുന്നത് ഹൃദയത്തിൻ്റെ ഒരു സ്കാനിങ്, എക്കോ ടെസ്റ്റ് ചെയ്ത് നോക്കും. എക്കോയിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയുണ്ട്, ഹൃദയത്തിൽ ക്ഷതമേറ്റിട്ടുണ്ടോ എന്ന് നോക്കുക. അതിൽ തകരാറില്ലെങ്കിൽ നമ്മൾ രോഗിക്ക് നടക്കാൻ പറ്റുന്ന രോഗിയാണെങ്കിൽ നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയും, എക്സസൈസ് ECG ടെസ്റ്റ് എന്ന് പറയും. നമ്മൾ രോഗിയെടുത്ത് ഒരു മെഷീനിൽ കയറി നടക്കാൻ പറയും, നടന്നുകൊണ്ടിരിക്കും, നമ്മൾ ECG നോക്കും. അപ്പോൾ ഹൃദയത്തിൻ്റെ പേശിയിൽ കൊടുക്കുന്ന രക്തക്കുഴലിനകത്ത് 70% മേലെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന ECGയിലോ അല്ലെങ്കിൽ ഒരു എക്കോയിലോ കാണണമെന്നില്ല. പക്ഷേ രോഗി ആയാസപ്പെടുമ്പോഴത്തേക്ക് ഹൃദയത്തിൻ്റെ സ്പന്ദനം കൂടുമ്പോൾ ഈ ഹൃദയത്തിൻ്റെ രക്തം തമ്മിൽ ബ്ലോക്ക് ഉള്ളപ്പോൾ ഹൃദയത്തിൻ്റെ പേശികൾക്ക് മതിയായിട്ട് രക്തം കിട്ടാതെ വരെയും ആ സമയത്ത് ECGയിൽ സൂചനകൾ കാണുകയും ചെയ്യും. എക്സസൈസ് ചെയ്യാൻ പറ്റാത്തൊരു രോഗിയാണെങ്കിൽ
നമ്മൾ ട്രെഡ്മിൽ ഈ നടക്കാൻ പറ്റാതെ നടത്തോട് ഈസി എടുക്കുന്ന ടെസ്റ്റ് ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്തരം രോഗികൾ നമ്മൾ സ്ട്രെസ് എക്കോ എന്ന് പറയും. നമ്മളൊരു മരുന്ന് കൊടുത്തിട്ട് എക്കോ ചെയ്ത് നോക്കും. ഹൃദയത്തിൻ്റെ സ്പന്ദനം കൂട്ടുമ്പോൾ ഹൃദയത്തിൻ്റെ ഭിത്തികൾക്ക് അനക്കക്കുറവുണ്ടോ എന്ന് അറിയാൻ നമ്മൾ സ്ട്രെസ് എക്കോ എന്നുള്ള ടെസ്റ്റ്, അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് സ്ട്രെസ് താലിം എന്നൊക്കെ പറഞ്ഞുള്ള പരിശോധനകളുണ്ട്. അപ്പോൾ ഇത്തരം പരിശോധനകളിൽ നമ്മൾ അതിൻ്റെ സൂചകങ്ങളോ ഹൃദയത്തിൻ്റെ രക്തധമനിയിൽ ബ്ലോക്ക് ഉണ്ടെന്നുള്ള സൂചകങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഹൃദയത്തിൻ്റെ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ പേശിയിൽ കൊടുക്കുന്ന 3 രക്തക്കുഴലുണ്ട്. അപ്പോൾ ഈ രക്തധമനിയിൽ ഒരു കത്തീറ്റർ, അത് കൈത്തണ്ടയിലെ റേഡിയൽ ആർട്ടറി ഞരമ്പ് വഴിയോ അല്ലെങ്കിൽ കാലിലെ തുടയിലെ ഫെമറൽ ആർട്ടറി ഞരമ്പിലൂടെ ഒരു ട്യൂബ് കത്തീറ്റർ കണക്ട് ചെയ്ത് ആ ട്യൂബ് ഹൃദയത്തിൻ്റെ രക്തധമനിയിൽ, ഹൃദയത്തിൻ്റെ മഹാധമനിയിൽ നിന്നാണ് ഹൃദയത്തിലോട്ടുള്ള രക്തക്കുഴൽ ഉത്ഭവിക്കുന്നത്. ആ മഹാധമനിയിൽ കൊണ്ട് ഹൃദയത്തിൻ്റെ രക്തക്കുഴലിൽ ഈ ട്യൂബ് കണക്ട് ചെയ്ത് ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്ത് ഒരു എക്സ്റേ എടുക്കുന്നതിനാണ് ഈ ആൻജിയോഗ്രാം എന്നുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ അടിയന്തര ചികിത്സ, അപ്പോൾ ഒരു നെഞ്ചുവേനായിട്ട് രോഗി വരുന്നു, നമ്മൾ ഈസി എടുക്കുമ്പോൾ ഒരു എമർജൻസി ഹാർട്ട് അറ്റാക്കിൻ്റെ സൂചകങ്ങൾ കാണുവാണെങ്കിൽ നമ്മൾ ഉടനെ എത്രയും പെട്ടെന്ന് ഈ അടഞ്ഞ രക്തക്കുഴൽ, ഹൃദയത്തിൻ്റെ ഏതെങ്കിലും പേശിയിൽ കൊടുക്കുന്ന 3 രക്തക്കുഴൽ ഏതെങ്കിലും രക്തക്കുഴൽ അടഞ്ഞു പോകുമ്പോഴാണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അടഞ്ഞ രക്തക്കുഴൽ എത്രയും പെട്ടെന്ന് തുറന്നു വിടുക എന്നുള്ളതാണ് അതിൻ്റെ ചികിത്സ. പണ്ടൊക്കെ ഒരു 10-20 കൊല്ലത്തിന് മുമ്പ് നമുക്ക് മരുന്ന് ചികിത്സ അവൈലബിൾ ആണ്. പക്ഷേ ഒരു മരുന്ന് കൊടുത്ത് രക്തം ലയിക്കുന്നത് ഒരു 100 പേര് എടുത്തു കഴിഞ്ഞാൽ 30 മുതൽ 40% ആൾക്കാർക്ക് വരെ അതിൻ്റെ ഒരു സക്സസ്ഫുള്ളായിട്ട് രക്തക്കുഴൽ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആൻജിയോപ്ലാസ്റ്റി, നമ്മൾ പെട്ടെന്ന് ഈ ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്ത് ആ 100% ബ്ലോക്ക് കണ്ടുപിടിച്ച് ആ ബ്ലോക്ക് മാറ്റുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബലൂൺ ശസ്ത്രക്രിയ എന്നാണ് പറയുന്നത്. പക്ഷേ ബലൂൺ ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 90 മുതൽ 95% നമുക്ക് ആ 100% അടഞ്ഞ രക്തക്കുഴൽ തുറന്നു വിട്ട് ഹൃദയത്തിലുള്ള പേശികൾക്കുള്ള രക്തയോട്ടം പുനഃസ്ഥാപിക്കുകയും അതുവഴി ഹൃദയത്തിൻ്റെ പമ്പിങ് നമുക്ക് പ്രിസേർവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു ഹൃദയാഘാതത്തിൻ്റെ അടിയന്തര ചികിത്സ എന്ന് പറഞ്ഞാൽ നെഞ്ചുവേദന വന്ന് എത്രയും പെട്ടെന്ന്, പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 6 മണിക്കൂറുള്ളിൽ അടഞ്ഞ രക്തക്കുഴൽ തുറന്നു വിട്ട് രക്തയോട്ടം പുനഃസ്ഥാപിക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ചികിത്സ. 12 മണിക്കൂർ വരെ റെക്കമെൻഡഡ് ആണ്. പക്ഷേ എത്രയും പെട്ടെന്ന്, ടൈം ഈസ് മസിൽ എന്നാണ് പറയുന്നത്. കാരണം ഒരു ഹൃദയത്തിൻ്റെ പേശിയിലോട് കൊടുക്കുന്ന രക്തധമനിയിൽ തടഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഹൃദയത്തിലെ പേശികൾക്ക് ക്ഷതമേൽക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊരു 6 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 6 മുതൽ 12 മണിക്കൂറിൽ അത്രയും ഭാഗത്തെ പേശികൾ കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ട് ഡാമേജ് ആയിരിക്കും. നമ്മൾ പിന്നെ 12 മണിക്കൂറിന് ശേഷം ആ രക്തയോട്ടം പുനഃസ്ഥാപിച്ചുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത്ര പ്രയോജനം കിട്ടണമെന്നില്ല. ആ രോഗിക്ക് ശിഷ്ടകാലം ആ രോഗി ഹാർട്ടിൻ്റെ പേശികൾക്ക് ബലക്ഷയം സംഭവിച്ച് ഹാർട്ട് ഫെയിലർ, ക്രോണിക് ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്ന ഒരു ഗുരുതരമായ രോഗാതുരാവസ്ഥയിലോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നെഞ്ചിൻ്റെ അസ്വസ്ഥ, ഏതൊരു വ്യക്തി നെഞ്ചിൻ്റെ അസ്വസ്ഥ വരുവാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഹൃദ്രോഗം വരാനുള്ള ആപത് ഘടകങ്ങൾ ഉള്ള വ്യക്തിക്ക് ഒരു ഞാൻ മുമ്പേ പറഞ്ഞ രീതിയിലുള്ള നെഞ്ചുവേദന വരുവാണെങ്കിൽ ഉടനെ അടിയന്തരമായിട്ട് അടുത്തൊരു ആശുപത്രി ഇപ്പോൾ ECG എടുത്ത് നോക്കി അതിൻ്റെ പരിശോധനകൾ നോക്കി, അല്ലെങ്കിൽ ബാക്കി ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ എക്കോ ടെസ്റ്റോ ചെയ്ത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ആൻജിയോഗ്രാം എന്നുള്ള ടെസ്റ്റ് ചെയ്ത് ആ ഹൃദയത്തിൻ്റെ അടഞ്ഞ ബ്ലോക്ക് മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ അടിയന്തര ചികിത്സ.